നിങ്ങൾ കാണുവിൻ, ഞങ്ങൾ എങ്ങോട്ടെന്ന് അറിയാതെ ജീവിയുമായിട്ട് ഒരു ബന്ധമില്ല ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇതൊക്കെ മാഡം വെർ ആർ വി ഗോയിങ് മാഡം, ഡു യു ഹാവ് എനി ഐഡിയ മാഡം? കൂട്ടത്തിൽ തനി മിസ് റസ്മിൻ ബൈ. നമ്മളിപ്പോൾ ദുബായ് മറീന മോളിൻ്റെ അവിടെ ആയിട്ടുള്ളത്. ദുബായ് മറീന മോൾ. ചിപ്പിനധികം സെലിബ്രിറ്റി ആണ് കേട്ടോ. റോഡിലൂടെ കയറാൻ പോകുന്ന റോഡിലൂടെ പോകുന്ന ട്രെയിനിൽ നാട്ടിലെ വില്ലേജിൽ നിന്ന് വന്നത്. അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ചിപ്പിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്കറിയാം കുറേ ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട്, കാരണം ഭയങ്കരമായിട്ട് ചടച്ചു പോകുക. എന്താണെന്നറിയില്ല. സോറി, ഞാൻ സൺഗ്ലാസ് ഇട്ടിട്ട് വെയിലത്ത് ചിപ്പിനെ വെയിലത്ത് നിർത്താണ്. അപ്പോൾ ബൈ അപ്പോൾ ഞാനും ചിപ്പിയും ഇന്നുണ്ട്. അപ്പോൾ ചിപ്പി ഇന്ന് സൺഡേ ആണ്. സൺഡേ ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തു. നമ്മളെവിടെയാണ് മച്ചാ പോകുന്നത്? അറിയില്ല, എവിടെ വേണമെങ്കിലും പോവാം. ഉണ്ട്, ബ്ലൂ വാട്ടർ ഉണ്ട്, ഏത് വേണമെങ്കിലും യു ചൂസ്. അപ്പൊ മറീന എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ബ്ലൂ വാട്ടർ. അപ്പൊ എങ്ങോട്ടെന്ന് അറിയാതെ എവിടെങ്കിലൊക്കെ പോവാം. എന്തിനെന്നറിയാതെ ഞങ്ങൾ പോവാൻ വേണ്ടി പോവാണ്. വേണ്ട വെച്ചിട്ടുണ്ടോ? അപ്പൊ ഞങ്ങള് മെട്രോ കയറാൻ ഉദ്ദേശിക്കണ്ടോ? മെട്രോയിലാ പോവാ. അപ്പൊ മെട്രോ കയറിയാലേ അറിയാൻ പറ്റുള്ളൂ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന്. അപ്പൊ ചിപ്പിക്കൊരു തോട്ട് വരും. അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങും. അപ്പൊ നമുക്ക് ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കണം. ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണമല്ലോ. ടൈറ്റിൽ എന്താ കൊടുക്കുക? സൺഡേ ഫണ്ടേ അതോ കൊളം ഡേ ആകോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കമോൺ ഗൈസ്, നമ്മളപ്പോൾ മെട്രോ കയറാൻ വേണ്ടി പോവാണ്. പിന്നെ നല്ല നല്ല റീൽസും നല്ല ഫോട്ടോസും ഇന്ന് ഉണ്ടാവുന്നതാണ്. ബിക്കോസ് എനിക്ക് ഉണ്ടാവില്ല എന്ന് മാത്രം. അതെ, ചിപ്പി ഇന്ന് കൂടെ ഉള്ളതുകൊണ്ട്, ചിപ്പിയുടെ കയ്യിൽ ഐഫോണൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് വീഡിയോ എടുത്ത് തരും, നന്നായിട്ട് ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ വി ആർ ഗോയിങ് ടു റോക്ക് ടുഡേ അല്ലേ? ചിപ്പി എങ്ങോട്ടാ പറ? മെട്രോ സ്റ്റേഷൻ എത്തി. എനിക്ക് ചിപ്പി കാർഡൊക്കെ റീചാർജ് ചെയ്ത് തന്നു. അതിന് പറ ഒന്നും. നാണോ ചിപ്പിയിൽ നിന്ന് ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നീ പറഞ്ഞോ. എനിക്ക് പറയാവുന്നില്ല. മറീനിക്കാണ് പോണെന്ന് വെച്ചാൽ ഇവിടേക്കാണ് പോകണ്ടേ? ക്രീക്കിലേക്കാണെങ്കിൽ അങ്ങോട്ടേക്ക്. ക്രീക്കിന്റെ മറീനയുടെ പ്രത്യേകത വാട്ടർ ഷോ ഒക്കെ ഉണ്ട്. മറീനയിൽ ആ വീലിലുള്ള ലൈറ്റ്സ് മാത്രം. ബൈ യുവർ എക്സ്പീരിയൻസ് വിച്ച് വൺ വിൽ ബി ബെറ്റർ? അന്ന് ഇങ്കിപ്പിങ്ങി പൊങ്ങി ഇതിലേതെങ്കിലും തൊടണേ. വെയിറ്റ്, തൊടു. മറീന. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ മറീനയിലേക്ക് പോവാണ്. എന്തൊരു അവസ്ഥയല്ലേ, കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇത് ചെയ്യണം എന്നറിയാതെ. ഞാൻ എന്താ അറിയാം, ചിപ്പിയുടെ വീഡിയോ എടുക്കണേ. ചിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാറ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, ഇറങ്ങി. ചിപ്പിനധികം വീഡിയോകളിൽ കാണാറില്ല, കാരണം ചിപ്പി ആയിരിക്കും എപ്പോഴും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം. അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ചിപ്പിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. മച്ചാൻ മൈൻഡോലും ചെയ്യുന്നില്ല. ഞങ്ങൾ മച്ചാന്ന് വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെല്ലാവരെയും മച്ചാന്നാ വിളിക്കാം. ഞങ്ങൾ BP തൊട്ടിട്ട്. അപ്പോൾ ഞാനും ഇവളെ മച്ചാന്നാ വിളിക്കാം. അങ്ങനെ ഞങ്ങൾ മച്ചാൻ ബന്ധാണല്ലേ മച്ചാ? ഓക്കെ ഗൈസ്, ഇനി മെട്രോ ഒന്ന് കയറട്ടെ. അങ്ങനെ നമ്മൾ മെട്രോ കയറിയിരിക്കുകയാണ് ഗൈസ്. പോയല്ലേ? എവിടെ ഇറങ്ങാൻ തീരുമാനിച്ചോ? എവിടെയാ? അതാണ് സ്റ്റേഷൻസുകൾ വരുന്നത്. ശോഭ റിയാലിറ്റിയിൽ ഇറങ്ങി നടക്കാം എന്നാണ് ചിപ്പി പറയുന്നത്. ഭയങ്കര തമ്മിൽ എന്താന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നല്ല ചിപ്പി അത് കേൾക്കാൻ ചുമ്മാ. ഇനി മുതലാളി കുറച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ കാണുന്ന വൈറ്റ് ബിൽഡിങ്ങില്ലേ, അതാണ് ഏറ്റവും പഴക്കം കൂടിയ ബിൽഡിംഗ് അല്ലേ? പണ്ട് തൊട്ടേ ഉള്ളതാ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഞാനത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ UAE ഇത്രയും ബിൽഡിങ്സ് വരാൻ തുടങ്ങിയിട്ട് ഒരു 10-15 years ആയിട്ടുള്ളൂ. അപ്പൊ മുതലേ ആ ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ? ഇനി നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം ഇല്ലേ? ഫ്യൂച്ചർ മ്യൂസിയം ഈ വഴി തന്നെയല്ലേ? ഫ്യൂച്ചർ മ്യൂസിയം ഇപ്പോൾ വരും ഗൈസ്. ചേട്ടനൊന്ന് പറഞ്ഞിരുത്തോട്ടെ. എമിറേറ്റ്സ് ടവർ. എമിറേറ്റ്സ് ടവറിനോട്
ഫ്യൂച്ചർ മ്യൂസിയം ഇപ്പോൾ വരും, അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മൈക്കും ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എവിടെ ഫ്യൂച്ചർ മ്യൂസിയം? യെസ് ഗൈസ്, ഇപ്പോൾ വരും. ഇവിടെ here we have the future museum. ആഹാ, നെക്സ്റ്റ് കഴിഞ്ഞാൽ ബുർജ് ഖലീഫ വരും. നെക്സ്റ്റ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ബുർജ് ഖലീഫ. നെക്സ്റ്റ് സ്റ്റോപ്പ് ഇത് എന്തോന്ന് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ക്യാമറ കണ്ട അപ്പം നാളെ വരും. അത് എനിക്ക് മാത്രം നാളെ വരാത്ത അല്ല, എനിക്കറിയില്ല. അഭി ക്യാമറ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ നല്ല ടെററാണ്, പക്ഷെ ഇന്ന് എന്തോ ഇളക്കം ചെറുതായിട്ട്. ഞാൻ നല്ല കുട്ടിയായി നല്ല പാതയിൽ അനുഷ്ക ശർമ്മന്റെ ഇന്റർവ്യൂല് കണ്ടിട്ടില്ലേ, മുന്നെയൊക്കെ നമ്മള് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം. The next station is Dubai Mall. ബുർജ് ഖലീഫ, ദുബായ് മോൾ. സോറി ഗൈസ്, ഇവിടെ ആൾക്കാർ പൊക്കോളിരിക്കുന്നതാണ്. എനിക്ക് മര്യാദക്ക് വീഡിയോ എടുക്കാം. ഹായ്. എമാറിന്റെ ഒരുപാട് ബിൽഡിങ്സ് മാറില്ല. ബുർജ് ഖലീഫ ഇങ്ങനെ കാണാൻ പറ്റില്ലേ? ഇതേപോലെ സെന്ററിൽ കാണും. കാണുമായിരിക്കും. പോകുമ്പോ കാണാം ഗൈസ്. വെയിറ്റ് ചെയ്യണേ. ഇങ്ങനെ വരില്ല. മറ്റേ അതല്ലേ, അതാ ഞാൻ പറഞ്ഞ അപ്പുറം സൈഡ്. കാര്യമില്ലടാ, പോയടാ. ഇല്ല, വരൂ. ഇനി വരൂ. അതാ തല വരും, തല മാത്രം തല പോലെ വരുമാ. ബുർജ് ഖലീഫ. ഞങ്ങൾ മെട്രോ ഇറങ്ങിയായിരുന്നു. മെട്രോ ഇറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കാണ്. ഒരു മിനിറ്റ് ഗൈസ്. ഹലോ മാഡം, മാഡം വെർ ആർ വി ഗോയിങ് മാഡം? ഡു യു ഹാവ് എനി ഐഡിയ മാഡം? ഞാൻ ഒന്ന് കൺഫേം ആക്കട്ടെ. ഇവിടെ കൺഫേം ആക്കിക്കോട്ടെ. ഇതിപ്പോൾ രണ്ടാമത്തെ തവണ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. ഒരു രണ്ടാമത്തേതാണ് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. സൂക്ഷിച്ച് ഉപയോഗിക്കണം മിസ് റസ്മിൻ ഭായ്. ഓക്കെ ഓക്കെ, ആ സൈഡാണ് ഒക്കെ. ഇപ്പൊ രണ്ടാമത്തെ തവണയില്ലേ? ഇപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പൊ ഒരു തീരുമാനമായി. അപ്പൊ എങ്ങോട്ടാ പോണെന്നല്ല പിടുത്തുണ്ടോ? കേൾക്കും. നിന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നാണ് വിശ്വസിച്ച് പുറത്തു പോകാൻ പറ്റില്ല. വിശ്വസിച്ച് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെയാണ് ചിപ്പി പറയുന്നത്. പക്ഷെ അടി എന്തടിയേ? എന്തടിയേ? അതാ പൈസ പോലെ സെൽഫി സ്റ്റിക്ക് വേണോ തനിക്ക്? ആ സെൽഫി സ്റ്റിക്ക് എടുക്കാം. കൈവേ എനിക്കുണ്ട്. പറഞ്ഞ പോലെ സെൽഫി സ്റ്റിക്ക് ഞാൻ മേടിച്ച ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലേ? അപ്ലോഡ് ചെയ്യാം. ഇത് ചിപ്പിയുടെ സെൽഫി സ്റ്റിക്കാണ്. ചോദിച്ചോ ആരെങ്കിലും? ഇതിലെല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫി സ്റ്റിക്ക് ആക്കാം, സ്റ്റാൻഡ് ആക്കാം, അല്ലേ? ട്രൈപോഡ് ആകാം, എല്ലാം ആക്കാം. നമ്മൾ സെൽഫി സ്റ്റിക്ക് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. സൈക്കിൾ എടുത്ത് പോയാലോ? നടക്കാനുള്ള മടി കാരണമായില്ല. ബോട്ടിലാ പോവാണ്. നടക്കാനുള്ള മടി കാരണമായില്ലേ? എടുത്താലോ ഒരു കരിമ്. എന്തേ സുഖല്ലേ? പാർക്കിംഗ് ആണ്. നമ്മൾ വേഗം കണ്ടുപോയില്ലെങ്കിൽ കാർ വരും. നിങ്ങൾ കാണുമേ, ഞങ്ങൾ എങ്ങോട്ടെന്നറിയാതെ. ജീവിയുമായിട്ട് ഒരു ബന്ധമില്ല ഗൈസ്. സോറി, എങ്ങോട്ടാണെന്ന് അറിയാതെ, എന്തിനെന്നറിയാതെ. ഏതാ ബ്രീഡ് മനസ്സിലായ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. കീർത്തി സുരേഷിന്റെ ഇതിനകത്ത് ഏതോ ഒന്നല്ലേ? കീർത്തി സുരേഷിന്റെ യെസ് അല്ലേ? അത് വൈറ്റ് ആണ്, ഇത് ബ്ലാക്കും അല്ല ഗോൾഡൻ അല്ലാത്തൊരു കളർ. അവരുണ്ട്. കുറെ പേർക്ക് സംശയമുണ്ട് ദുബായിൽ ഇതുപോലെ പെറ്റ്സ് ഉണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾ അന്ന് ഇതുപോലെ നൈറ്റ് നടക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടില്ലേ, സിംഹം പോലെയൊക്കെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ദുബായിൽ കുറെ പെറ്റ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് പെറ്റ്സുമായിട്ട് മെട്രോയിലൊന്നും കയറാൻ പറ്റില്ല, അലൗഡ് അല്ല. പിന്നെ അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പബ്ലിക് പാർക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. പിന്നെ ലൈസൻസ് വേണം. ഏതാ മൂത്രയിക്കണം. പെറ്റ്സിന് കാറ്റ് അല്ലാതെയുള്ള ഏത് പെറ്റാണെങ്കിലും ലൈസൻസ് വേണം. കാറ്റ് പറയുന്നത് സ്ട്രീറ്റ് കാറ്റ്സ് അല്ലാതെ വളർത്തുന്നതെല്ലാം ലൈസൻസ് വേണം. ലൈസൻസ് യെസ്. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ സെൽഫി സ്റ്റിക്ക് നമ്മളിപ്പോൾ ട്രൈപോഡ് ആക്കിയിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് ഒന്നും കാണിക്കണ്ട, ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ ഇത് വരുന്നത്. എന്താ ഞാൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അല്ലേ? ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നല്ലുണ്ട്. യെസ്. അപ്പം നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് വരാം. ചിപ്പി ഭയങ്കര ഫോട്ടോഗ്രാഫി സ്കില്ലൊക്കെ ഉള്ള ആളാണ് ഗൈസ്. ഇവിടെ ലൈറ്റ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ആക്ച്വലി നല്ല രസമുണ്ട്. എനിക്ക് അങ്ങോട്ടേക്കാണ് നടക്കണ്ടേ? പക്ഷെ നല്ല രസമുണ്ട്. അങ്ങോട്ടേക്കാണ് നടക്കണേന്ന് അറിയാം. ബട്ട് ഈ വെള്ളപ്രാവുകളും ബോട്ടും അങ്ങോട്ട് നോക്ക്. ദിസ് ഈസ് ഗുഡ് മാൻ. നല്ല രസമായിരിക്കും ബോട്ടിങ്ങിന് പോയാൽ. നല്ല ക്ലൈമറ്റ്. ഇനി നമ്മൾ ബോട്ടിലേക്കാണ് പോകുന്നത്. സൺസെറ്റിന്റെ സമയമായി, ഓൾമോസ്റ്റ് ആയി വരുന്നു. ഇവിടെ ഇപ്പോൾ നേരത്തെ 5:30 ആകുമ്പോഴേക്ക് ഇരുട്ടാവും. ഇറ്റ്സ് നൈസ് ആക്ച്വലി. നല്ല രസമുണ്ട് കേട്ടോ.
ഇതെന്നാ മെട്രോ സ്റ്റേഷൻ്റെ ആണോ? അല്ല മെട്രോ അല്ലല്ലോ, ഇത് ജസ്റ്റ് ഒരു ബ്രിഡ്ജ് ആകും അല്ലേ? അല്ല പറഞ്ഞിരിപ്പുണ്ട് എടുത്തിട്ടോ അല്ല എന്നിട്ടാണ് പോയത്. ആരെങ്കിലും വന്നതുകൊണ്ടാ. ഓ ഇവിടെ നിന്ന് നമുക്ക് ഡാൻസ് ചെയ്താലോ? പൊളിക്കും. ഇവിടെ നിന്നോ? ഏത് ബാക്ക്ഗ്രൗണ്ട്? ബാക്ക്ഗ്രൗണ്ട് നീ കണ്ടുപിടിക്കണം. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചപ്പി ഉച്ചിപ്പിച്ചാണ് മച്ചാ. അങ്ങോട്ട് നോക്കി ശരിക്കും നല്ല ദുബായിലെത്തിയൊരു ഫീല്. ദുബായിലെത്തിയൊരു ഫീല്. നൈറ്റ് നല്ല രസാ. പഠിച്ചോനെ ദുബായ് കണ്ടല്ലോ. അതെ, കരാമേന്ന് ദുബായ് കണ്ടല്ലോ. അൽഹംദുലില്ലാ ഹൈർ. അയ്യോ ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് വീഡിയോ വരുമ്പോ ചിപ്പി മുങ്ങിക്കളയാണ്. അങ്ങനെ നിന്നെ മുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല മച്ചാ. ഞങ്ങൾ റീൽസ് എടുക്കാനുള്ള പ്ലാനാണ് അല്ലേ? ഡാൻസ് അറിയില്ല. ഡാൻസ് ഒക്കെ അറിയാം. വെറുതെ ഡയലോഗ്. സ്കൂളിലൊക്കെ ടീച്ചേഴ്സിന്റെ ഡാൻസിൽ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ചിപ്പിയാണ്. ഡാൻസ് ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്നത് ചിപ്പിയാണ്. ബൈ ഏത് സ്കൂളാണ് താങ്കൾ പഠിപ്പിക്കുന്നത്? ഞാൻ അതൊന്നും റിവീൽ ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഒഴിവാക്കി ഗൈസ്, നൈസായിട്ട് ഒഴിവാക്കി. ഓക്കെ ബൈ. ഈ ബിൽഡിങ്ങിന്റെ ഒരു ഭംഗി ദൂരെന്ന് കണ്ടാലും മനസ്സിലാവും. അയ്യപ്പാ നൈസ്. ഉല്ലല്ലായി ഉല്ലല്ലായി ഇല്ലേ ഉള്ളില്ല ഉല്ലല്ലായി. അടിപൊളി, എനിക്കിഷ്ടമായി ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടി കാണിക്കാം. ചിപ്പി അങ്ങോട്ട് പോവാണ്. സിപ്പ് ലൈന്. ബ്ലൂ വാട്ടറിലേക്ക് നമ്മൾ അവിടെ നിന്നാണ് ബോട്ടിലേക്ക് പോകേണ്ടത്. ബട്ട് നല്ല തിരക്കാണല്ലോ. നല്ല തിരക്കുണ്ടല്ലേ? ഇറ്റ്സ് ഓക്കെ, വെയിറ്റ് ചെയ്യാം. ബോട്ട് എന്താ തലാട്ട് ബോലോ. ഓക്കെ, നമ്മൾ ബോട്ടിങ്ങിന് പോകാനുള്ള പ്ലാനാണ്. സിപ്പ് ലൈനിൽ പോന്നു പറക്കണം. ഓക്കെ, നമ്മൾ ബോട്ടിങ്ങിന് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കണം. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? 7 dirham per person. 7 dirham per person ആണ്. ക്യൂ നല്ല ക്യൂ ഉണ്ട്. ഒരുപാട് സൺഡേ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും തിരക്കുണ്ടാവാറുണ്ട്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഗൈസ്. നൈസ് നൈസ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ടിക്കറ്റ് ഒന്ന് കാണിക്കുമോ? നമ്മളിപ്പോൾ സമയത്ത് ഷിപ്പി 5:41. 5 ഓ ഇത് നാട്ടിലെ സമയത്ത് ഞാൻ മാറ്റിയിട്ടില്ല. ഓക്കെ സോറി. 5:41 ആണ് ഇപ്പോൾ സമയം. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അരമണിക്കൂർ ക്യൂവിൽ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ടിക്കറ്റ് കിട്ടി. നമ്മൾ പോകുന്നത് ബ്ലൂ വാട്ടറിലേക്കാണ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അവിടെ എഴുതി തന്നേക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് 5:45 ബോട്ട് ഫുള്ളാണ്, 6:05 ബോട്ട് ഫുള്ളാണ്, 6:30 ബോട്ട് ഫുള്ളാണ്. മൊത്തത്തിൽ എല്ലാം ഫുള്ളാണ്. നമുക്ക് കിട്ടിയേക്കുന്ന ടൈം 7:20. ഇനി നമുക്ക് 7:20 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ബോട്ടിൽ കയറിയിട്ട് അവിടെ എത്താൻ പറ്റും. ബോർഡിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 7:20. അതിനാലും കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. സുഖല്ലേ? ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടിട്ട് പോവാം. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വേറെ എന്തെങ്കിലും. ഞങ്ങൾ റീൽസ് എടുക്കാൻ പോവാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഒരു റീല് നമ്മൾ ചെയ്തു. അപ്പോൾ അപ്പോഴേക്കും നമ്മളൊന്ന് ഇരുട്ടി. അപ്പം എനിക്ക് നല്ല ഭംഗിയുണ്ട്, ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഐ തോട്ട് യു ഷുഡ് സീ ദിസ്. എൻ്റെ അടിപൊളി. നമ്മളിപ്പോൾ ദുബായ് മറീന മോളിൻ്റെ അവിടെ ആയിട്ടുള്ളത്. ദുബായ് മറീന മോൾ. ദിസ് ഇസ് നൈസ് ആക്ച്വലി. നിനക്ക് മുഖം കഴിക്കണം. ഓക്കെ, ചിപ്പി എന്തൊക്കെയോ കാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ട്. ഇതെന്താ പ്ലേയിങ് ഇൻ ദി ഫൗണ്ടെയിൻ ഇസ് നോട്ട് പെർമിറ്റഡ്. ഓ അതുകൊണ്ടാണ് എന്നെ വിളിച്ചിറക്കിയത്. പക്ഷെ അവരൊക്കെ നിൽക്കണ്ടല്ലോ, ഫോട്ടോസ് എടുത്തൂടെ? കളിക്കണില്ല, ഫോട്ടോ എടുക്കല്ലോ. ഗൈസ്, ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത്, പുറത്തത്തെ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അതിന് ഞാൻ അകത്ത് കയറി കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറീന മാളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതൊന്ന് ചുറ്റിക്കാണിച്ചു തരാം. ഓക്കെ, ഓഫർ കണ്ടിട്ട് കയറിയ കേട്ടോ. 29 dirhamത്തിന് ഇവിടെ എന്തോ ഓഫർ കണ്ടു. അതെന്താണെന്ന് ചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൈസ് ദിസ് ഇസ് ആഹാ. ഓ നൈസ്. നോക്കൂ, എനിക്ക് ഇഷ്ടപ്പെടുന്നു ഗൈസ്. ഞാൻ പുറത്താണ്. റസ്മിനുണ്ട് കൂടെ. നൈസ് നൈസ്. മങ്കി ക്യാപ്പ് ഒരെണ്ണം മേടിച്ചാലോ? നല്ല തണുപ്പാണ്. വിളിക്കാം. മാൻ ഇവിടുത്തെ സീമോനെ അടിപൊളി. ശരി. ഇവിടുത്തെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. സോറി, ചിപ്പി ഫോണിലാണ്, അമ്മേനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മച്ചാ കിട്ടിയാ 29? 29 ആ ഓഞ്ഞ ടീഷർട്ടാണ്. ഇതാ
ഏതാ ആ ഓന ടീഷർട്ട് 29. ഇവിടെ ഏറ്റവും വിലക്കുറവുള്ള രണ്ടാമത്തെ സാധനമാണ് ഇത്. ഏറ്റവും വിലക്കുറവുള്ള ഏറ്റവും കുറവുള്ളത് ഏതിനറിയോ? 19 ദേ ഇതാ ഷൂ. ഓ സോറി ഗൈസ്, ഈ പെണ്ണെന്നെ നാണം കെടുത്തു. കളക്ഷൻസ് ചാനലുണ്ടല്ലേ അവിടെ കളി വിളി. അപ്പോ മറീന മോൾ. ഇവിടെ ഉള്ളവർ എൻജോയ് ചെയ്യണം. നല്ല ചെറുക്കനും കാണണേന്നോ എന്താ പറഞ്ഞ. അപ്പോൾ ഒടുവിലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ബോട്ടിലേക്കുള്ള ക്യൂയിലേക്ക് പോവുകയാണ് ഗൈസ്. ഇതാണ് ബോട്ടിലേക്കുള്ള ക്യൂ ആണ്. ഇപ്പോൾ ഇതെന്നാ സ്കാൻ ചെയ്യാനോ? ഇതാണ് കാണിച്ചത്, ഓരോരോ പ്രൊസീജിയർ കാണിച്ചത്. വെയിറ്റ്, ഞാൻ എടുത്തുതരാം, നീ പൊക്കും. നീ എവിടെ? ടിക്കറ്റ് എടുക്കാണ്ട് വന്നടാ. ഞങ്ങളൊരു 5 മണിക്ക് 5:30 ടിക്കറ്റ് എടുത്തിട്ട് 7:20 ബോട്ടിന് കയറാൻ വേണ്ടി പോവാ. ബ്ലൂ വാട്ടേഴ്സിലേക്കാണ് കഴിച്ച് നമ്മൾ പോകുന്നത്. 2 സ്കാൻ ചെയ്യാൻ പോകും. നോട്ട് അലൗഡ്. കട്ട് ചെയ്തു. എനിക്ക് ഇങ്ങനെ വെച്ചാൽ പോരായിരുന്നോ? എന്തിനാ ടേൺ ആക്കിയ പോരായിരുന്നോ? ആ ശരിയാ, ചെറുതായിട്ട് മണ്ടത്തരം കാണിച്ചതാണ്. അപ്പൊ നമ്മള് മച്ചനെ കാണല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എടുക്കണം എന്ന് മാത്രം. ഇതേ മറ്റുള്ളവർ വന്നില്ലല്ലോ ഫ്രെയിമില്. ഞങ്ങള് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അവര് വീഡിയോ എടുക്കാൻ പാടില്ല പറഞ്ഞു. ഞങ്ങളിപ്പോ ബോട്ടിൽ കയറി. ബോട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷം അവര് എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കയ്യിലെല്ലാം സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ കയറി ഇനി ബ്ലൂ വാട്ടേഴ്സിലേക്ക് നമ്മൾ പോവാണ്. ബ്ലൂ വാട്ടേഴ്സിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയിലാട്ടോ, കിട്ടില്ല വ്യൂ ആണ്. അതാണ് ആ വീല് തന്നെ. അത് ഓപ്പൺ ചെയ്യാൻ ഒരു രക്ഷയിലാട്ടോ, അടിപൊളി. ഇതൊക്കെ ലൈറ്റ് വരുമ്പോഴാണ് ദുബായ് നൈറ്റ് ലൈഫാണ് ദുബായ്. ഓക്കെ, ആ പാലം ഒന്ന് നോക്കി. ആ പാലം ഫുള്ള് ആൾക്കാരാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. ഞങ്ങളും ആ പാലത്തിലേക്ക് പോകണം. ആ വീലിലേക്ക് പോകണം. ആ വീലിൽ വീലിൽ ഒരുപാട് ലൈറ്റിംഗ് വരുന്നുണ്ട് കേട്ടോ. സമ്മർ കളർഫുൾ. ഡ്രോൺ എവിടെ? ചിപ്പി ഇപ്പൊ എന്താ നടക്കാൻ പോണ ചിപ്പി? അറിയില്ല, എല്ലാവരും മേലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. യെസ്, ഇപ്പൊ നമ്മുടെ ഇവിടത്തെ ഡ്രോൺ ഷോ നടക്കാൻ വേണ്ടി പോവാണ്. ഡ്രോൺ ഷോയുടെ ഭാഗമായിട്ട് ഡ്രോൺ ഷോ നടക്കാൻ പോവാണ്. എവിടെ ഒന്നും കാണാമല്ലോ. നമ്മുടെ സോസേജ് മേടിക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഡ്രോൺ ഷോ കാണാൻ വേണ്ടി നിൽക്കണ ഞങ്ങളൊരു ചീസി എന്തോ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നു അത് അവിടെ. എവിടെ? അതാ ദൂരെ. എവിടെ? ഒന്നും കാണുന്നില്ല കേട്ടോ. ലൈറ്റ് മാത്രം കാണുള്ളൂ. നീ കണ്ണടക്കല്ലേ? ആ ഗൈസ്, ആ കാണുന്ന ലൈറ്റ് കണ്ടോ? അതാട്ടോ ഡ്രോൺ ഷോ. ഞാൻ സൂം ആക്കണ്ട. ഇങ്ങനെ അതിങ്ങനെ അടുത്തേക്ക് വരാ. ഇതാ അല്ല മച്ചാൻ, അവിടേക്ക് പറഞ്ഞല്ല, ഇങ്ങോട്ട് വരാൻ മതി. ആ അതുകൊണ്ട് എല്ലാവരും അവിടെ പോയി നിന്ന്. ഇപ്പൊ മനസ്സിലായി നമുക്ക്. അയ്യോ, അപ്പൊ ഗൈസ് ഇത് കാണാനുള്ളതുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഹായ്, നൈസ്. എനിക്ക് വരുന്നുണ്ടല്ലോ. ഓ, ദിസ് ഇസ് നൈസ്. Good evening, ladies and gentlemen. Welcome to the Dubai Shopping Festival Drone Show. We are delighted to present to you tonight. Relax and enjoy. Guys, 1000 ഡ്രോൺസ് വെച്ചിട്ടുള്ള ഡ്രോൺ ഷോ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ വേദനിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല എലമെന്റ്സ് വരുമ്പോൾ കളിക്കും ഗൈസ്. ഓക്കെ, ഭയങ്കര 3D എഫക്റ്റ് അല്ലേ ഗൈസ്? ഒരു 3D എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ.
സംഭവം കളറുണ്ട്. അതിന്റെ അമ്മ അത് അടിപൊളി. രസമില്ലല്ലോ. പല പല ഷേപ്പ് ആവാൻ. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഡ്രോൺ ഷോ ആണ്. ഡ്രോൺ ഷോ നിങ്ങൾ കാണിക്കാതിരിക്കും. ഓക്കെ. അപ്പോൾ 1200 ഡ്രോൺസ് വെച്ചിട്ടാണ് അവർ ഈ ഡ്രോൺ ഷോ നടത്തിയത്. അതുപോലെ തന്നെ ഡിസംബർ 5 തൊട്ട് ജാനുവരി 12 വരെ രാത്രി 8 മണിക്കും 10 മണിക്കുമായിട്ട് 2 ടൈമിലായിട്ടാണ് ഡ്രോൺ ഷോ വരുന്നത്. ഓക്കെ, സ്ഥലം മറക്കണ്ട, ബ്ലൂ വാട്ടേഴ്സിൻ്റെ ആണ്. ഈ വീലുള്ള വലിയ വീലുള്ള ബ്ലൂ വാട്ടേഴ്സിൻ്റെ ആണ്. ഓക്കെ, അങ്ങനെ ഡ്രോൺ ഷോ കഴിഞ്ഞു. നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് പോവാട്ടോ. ഷോപ്പിംഗ് സെന്റർ തന്നെയല്ലേ, ഫുള്ള് മാള് പോലെയൊക്കെ തന്നെ അല്ലേ? പക്ഷെ മാളല്ല, ഒരുപാട് എന്താ പറയുക, ബ്രാൻഡഡ് ഷോപ്സ് ഒക്കെ ഉള്ള എസ്പെഷ്യലി ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാട്ടോ. ലൈറ്റിംഗ് ആണ് രക്ഷയില്ല. എനിക്ക് എന്താ അറിയില്ല, ദുബായിലെൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ്. ചിപ്പി, നിനക്ക് എന്താ ദുബായിൽ ഏറ്റവും ഫേവറേറ്റ്? അങ്ങനൊന്നുമില്ല, ഞാനാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ എവിടെ പോയാലും എനിക്കിഷ്ടമാണ്. അതൊക്കെ, ബട്ട് അതല്ലാതെ ദുബായിലെ നിനക്ക് നിന്നിൽ അട്രാക്ട് ചെയ്യപ്പെട്ട സേഫ്റ്റി, ക്ലീൻനെസ്, സേഫ്റ്റി, ദാറ്റ് ഈസ് ദ 2 things. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ചിപ്പിയുടെ ഫേവറേറ്റ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതുണ്ട് കേട്ടോ, പബ് ഉണ്ട് തോന്നുന്നു. നമ്മൾ നടന്നു അല്ലേ, നടന്ന് നമ്മൾ ബ്ലൂ വാട്ടേഴ്സിനകത്ത് നടന്ന് നമ്മളിപ്പോ ട്രാഫിക് കയറാൻ വേണ്ടി പോവാണ്. അതായത് റോഡിലൂടെ പോകുന്ന ട്രെയിൻ അല്ലേ, റോഡിലൂടെ കയറാൻ പോകുന്ന ട്രെയിനിൽ നാട്ടിലെ വില്ലേജിൽ വന്നതാ. ഓക്കെ, അപ്പം നമ്മൾ ട്രാമിൽ കയറാൻ പോവാണ് ഗൈസ്. മൈക്ക് കിട്ടിയാൽ തന്നെ അധികം സൗണ്ട് ഉണ്ടാവില്ല. അപ്പം നമ്മളതിന് നല്ല സൗണ്ടിൽ പറയണം, നല്ല ട്രാമിൽ കയറാൻ പോയേ. അങ്ങനെ നമ്മൾ ട്രാമിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് റോഡിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ റോഡിലൂടെയല്ലേ പോകുന്നത് ചിപ്പി? അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ ആൾക്കാരുടെ പ്രൈവസിനെ മാനിക്കണമല്ലോ അല്ലേ? നമ്മൾ ഇറങ്ങി നേരെ മെട്രോയിൽ കയറി يمكنكم من خلالها എടുത്തോ, ഒരു ചിക്കൻ കംപ്ലീറ്റ് ഉണ്ടല്ലേ? കഴി അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം. എന്തായാലും അടിച്ചു പൊളിച്ചു, ഞങ്ങളും അടിച്ചു പൊളിച്ചു, നിങ്ങളും അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ദെൻ ബൈ.